ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിന്യൂ സാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ട്രാക്ക് ചെയ്യുന്നത് ഇൻറ്റൽസാറ്റ് 17 66 ഡിഗ്രി. ട്രാക്ക് ചെയ്യുന്ന ഡിഷ് 8 ഫീറ്റ് ഫിക്സഡ് മൗണ്ട് ഡിഷാണ്. അലുമിനിയാണ്, കംപ്ലീറ്റ് അലുമിനിയം ഡിഷാണ്. സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റാൻഡുമേ കയറ്റി ഇൻറ്റൽസാറ്റ് 66 ഡിഗ്രി ട്രാക്ക് ചെയ്യണം. LNB പരിചയപ്പെടുത്താം. സിംഗിൾ സൊല്യൂഷൻ LNB ആണ്. യൂറോ സ്റ്റാർ പഴയ LNB ആണ്. പഴയതാണെങ്കിൽ നല്ല ഗെയിനായിരിക്കും യൂറോ സ്റ്റാറിൻ്റെ LNB. സിംഗിൾ സൊല്യൂഷൻ LNB കൊടുക്കാൻ കാരണം ഏകദേശം 12 കണക്ഷനുകളോളം 12 TV കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് സിംഗിൾ സൊല്യൂഷൻ LNB കൊടുക്കുന്നത്. ഈ കാണുന്ന ഹോസ്പിറ്റലിലാണ് കണക്ഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം 66 ട്രാക്ക് ചെയ്യാം. ട്രാക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് 12ഓളം TVക്ക് കണക്ഷൻ കൊടുക്കുന്നതെന്ന് കാണിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടിയിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. സ്റ്റാൻഡ് പരിചയപ്പെടുത്താം. ഹൈറ്റ് കുറച്ചാണ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1 മീറ്റർ അകലം, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന അകലം 1 മീറ്റർ, അങ്ങനെ 3 വെച്ചിരിക്കുന്നത്. പിന്നെ റൊട്ടേഷൻ ആയതുകൊണ്ട് ഈ രീതിയിലാണ് ഇതിൻ്റെ തിരിക്കുന്ന രീതിയിലുള്ള ലെഫ്റ്റ് റൈറ്റ് തിരിക്കുന്ന രീതിയിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഉണ്ടല്ലോ, 2 സ്ക്രൂ ഉണ്ട്. ഇത് രണ്ടും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. സ്റ്റാൻഡ് എപ്പോഴും ചെയ്യുമ്പോൾ അടിഭാഗം നല്ല ക്ലിയർ ആയിട്ട് വെക്കാം. ഇത് കോൺക്രീറ്റ് അടിഭാഗം ചെയ്യുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെക്കണം സ്റ്റാൻഡ് വെക്കുമ്പോൾ. ഇനി കോൺക്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മേലെ കല്ല് വെച്ചാൽ മതി. ഓക്കെ. സിംഗിൾ സൊല്യൂഷൻ LNB കൊടുക്കുമ്പോൾ, ഒന്നിലേറെ കണക്ഷൻ കൊടുക്കുമ്പോൾ പവർ ഡിവൈഡർ വെച്ചിട്ടാണോ നമ്മൾ ചെയ്യേണ്ടത്. ഇത് 4 ആണ്. അതിൽ കൂടുതൽ കൊടുക്കുമ്പോൾ വേറെ ഒന്നുകൂടി കൊടുത്തിട്ട് ഇതേപോലെ ജോയിൻ്റ് അടിക്കാം. ഒന്നിമൊന്ന് ഇതിലിട്ട് ജോയിൻ്റ് അടിച്ച് അങ്ങനെ കൊടുക്കാം. അതിന് കൂടുതൽ കൊടുക്കുമ്പോൾ പിന്നെ 8 വരുന്നുണ്ട്. 4 ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ആദ്യം ചെയ്തു വെച്ച ഇതുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാൻ. എന്തായാലും ട്രാക്കിങ് കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ. പോക്കൽ ലെങ്ത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി LNB വെച്ച് സ്റ്റാൻഡിൽ കയറ്റണം. LNB കണക്ട് ചെയ്തു. ഇനി ട്രാക്ക് ചെയ്യാം. യൂറോ സ്റ്റാറിൻ്റെ LNB ഒരു സൈഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് സോളിഡിൻ്റെ സിംഗിൾ സൊല്യൂഷൻ LNB ആണ് വെച്ചിരിക്കുന്നത്. നല്ല ഗെയിനാണ് ഈ LNB. ഇനി നമുക്കിതിൻ്റെ സിഗ്നൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 66 ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സോളിഡ് 720 മീറ്ററിൽ സിഗ്നൽ ചെക്ക് ചെയ്ത് നോക്കാം. 4006 66%, 67ലേക്കും വരുന്നുണ്ട്. 4026 65%, 3966 65%, കൈരളി 65%, 3894 68%, മംഗളത്തിൻ്റെ TP 65%, കലഞ്ചറിൻ്റെ TP 65%. 8 ഫീറ്റ് ഡിഷിൽ നല്ല ഗെയിനാണ്. സോളിഡ് 720 മീറ്ററിൽ കാണിക്കുന്നത്. ഇനി പറഞ്ഞ 12ഓളം TVയിലേക്ക് കണക്ഷൻ കൊടുക്കാനുണ്ട്. സിംഗിൾ സൊല്യൂഷൻ LNB കൊടുക്കുമ്പോൾ LNB ഫ്രീക്വൻസി 5750 5150 കൊടുക്കണം. എന്നാലേ വെർട്ടിക്കലുള്ള ഹൊറിസോണ്ടലുള്ള ചാനൽ നമുക്ക് റിസീവറിൽ ട്യൂൺ ആവുള്ളൂ. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലെത്തി. ഉള്ളിൽ വന്ന നമ്മൾ കൊടുത്തിരുന്ന 66ൻ്റെ കണക്ഷൻ ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഇനി ഇതിൽ നിന്ന് മറ്റുള്ള ഏതിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് അതിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് അവർ പറഞ്ഞ 12ഓളം TVയിലേക്ക് കണക്ഷൻ കൊടുക്കണം. ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാൻ സാഹചര്യം ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ. ഇതിൻ്റെ ഒരു പ്രത്യേകത, മുന്നേ ചെയ്ത ആൾ വെച്ചിരിക്കുന്നത് ഓരോ റൂമിലേക്കും ആ റൂമിൻ്റെ നമ്പർ ഓരോ കേബിളിനും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് എളുപ്പത്തിൽ കേബിൾ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗമാണ്. നല്ലൊരു ഐഡിയ ആണ്. ഇത് 101 റൂമിൽ കൊടുത്ത TV ആണ്. അതേപോലെ തന്നെ റിസീവർ, ഐബെല്ല്. ഇതിൻ്റെ ട്യൂണിങ് കാണിക്കാം. എല്ലാ റൂമിലും കാണിക്കാൻ പറ്റില്ല. ഈ റൂമത്ത് കാണിക്കാം.
206 റൂമിലെ ടി വി, അതേപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന റിസീവർ സോളിഡ്. ഓക്കെ, 206 കിട്ടുന്ന സിഗ്നൽ ചെക്ക് ചെയ്യാം. ഏഷ്യാനെറ്റിൻ്റെ TP 65% സിഗ്നൽ കിട്ടുന്ന ഏഷ്യൻ്റെ TP. എന്നാൽ കേബിളിൻ്റെ ക്വാളിറ്റി 41% ഉള്ളൂ. കേബിള് നല്ല കേബിൾ ഇടണം, എന്നാലേ കേബിളിൻ്റെ ക്വാളിറ്റി കൂടുമ്പോഴേ നമുക്ക് സിഗ്നൽ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. കഴിയുന്നതും നല്ല കേബിൾ ഇടുക, ജോയിൻ്റ് ഇല്ലാതെ ചെയ്യുക. അപ്പോൾ ഈ വർക്ക് പൂർത്തീകരിച്ചു. ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ മിനിമം 8 ഫീറ്റെങ്കിലും ഡിഷ് വയ്ക്കുക, നല്ല LNB വയ്ക്കുക, അതേപോലെ തന്നെ ഓരോ റൂമിലും സെപ്പറേറ്റ് കേബിള് ഇട്ട് വയ്ക്കുക. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഓരോ റൂമിലും സ്വിച്ച് ബോർഡിന് കണക്കാക്കിയിട്ടാണ് കേബിൾ വയ്ക്കുക. അങ്ങനെ ചെയ്യരുത്. ഓരോ റൂമിലും ഒരു 1.5 മീറ്റർ കൂടുതലായിട്ട് കേബിൾ ഇട്ട് വെക്കണം. എല്ലാ കേബിളും ഡിഷിൻ്റെ അടുത്തേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. അതേപോലെ തന്നെ നല്ല സെറ്റ് ഓഫ് ബോക്സ് വയ്ക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തവണ നമുക്ക് ക്യാഷ് മുടക്കിയാൽ മതി, പിന്നീട് ക്യാഷ് മുടക്കേണ്ട ആവശ്യമില്ല. എല്ലാ ചാനലും ഫ്രീ ആയിട്ട് കിട്ടും. 25ഓളം മലയാള ചാനലും 35ഓളം തമിഴ് ചാനലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.